Good morning, everyone. Good morning, ma'am. 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 Good morning. Okay. എല്ലാവരും റെഡി ആണല്ലോ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. Yes, ma'am. Okay. Yeah, let's start with prayer. Yeah. കണ്ണായൻ കണ്ണാ നീയെവിടെ കണ്ണിനോ കാണാൻ നീയെവിടെ നല്ല വാക്കോതുമോ കാതുകളിൽ പാട്ടുകളോതിയോ മുരളികയിൽ കണ്ണായൻ കണ്ണാ നീയെവിടെ എന്നെ പുൽകുവാൻ നീയെവിടെ ഉണ്ണി നീ വായോ വെണ്ണ തരാം താമരപ്പൂ തരാം വനമാലയും അമ്മയുടെ ഉണ്ണി ഓടിവായോ മുരളിക ഊതി ഓടിവായോ ഉമ്മ തരാമമ്മ കുഞ്ഞിക്കയ്യിൽ വെണ്ണ തരാമാ കൊച്ചുവായിൽ കണ്ണായൻ കണ്ണാ നീയെവിടെ അമ്മയുടെ ഉണ്ണി നീയെവിടെ കണ്ണാരം പൊത്തി കളിക്കയാണോ വെണ്ണക്കുടത്തിനായി നിൽക്കയാണോ? Okay. Yeah. Then next, Sajjati or Saini. Good morning, ma'am. Thought of the day, ma'am. Good morning, ma'am. Good morning, my dear friends. Children are like buds in a garden and should be carefully and lovingly nurtured as they are the future of the nation and the citizens of tomorrow. Quote by Pandit Jawaharlal Nehru. Thank you, ma'am. Then Saini. ഈ സൈൻ ആരാ പറയാ? മിസ്സേ ഞാൻ പറയാം. മിസ് ഒരു WH ക്വസ്റ്റ്യൻ വെച്ചിട്ടൊരു പാട്ടാണ്. പാടും. വെണ്ണിപ്പൊളിച്ചത് ഹൗ എങ്ങനെ വൈകിയെന്തുകൊണ്ട് ഹൂസാരുടെ ഹൂവാര് ഹുമ്മാരറ്റു ഹുമ്മാർക്ക് അറ്റുവാട്ടയും എത്ര മണിക്ക് ഹൗ ലോങ് എത്ര ദൂരം ഹൗ ഓഫൺ എത്ര തവണ ഹൗ ലോങ് എത്ര ദൂരം ഹൗ ഓഫൺ എത്ര തവണ ഹൗ ഒരു മിനിറ്റ് എഴുതി വെച്ചിട്ടുള്ളത് ഹൗ ഓഫൺ എത്ര തവണ ഈ പാട്ടൊന്ന് തരണേ. മിസ്സേ ഞാൻ പിന്നെ ബാക്കി പാടാൻ ഞാൻ മറന്നു എഴുതി വെച്ച അത്ര ഞാൻ ചോദിച്ചത് പാട്ട് തരണേടാ ഗ്രൂപ്പിലിടണേ. ഓക്കെ ഓക്കെ വളരെ അത്യാവശ്യം. ഓക്കെ. അപ്പൊ നന്നായിട്ടൊക്കെ പാടിയല്ല. ഇനി പ്രത്യേകിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാൻ പോണ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കാം. നമ്മൾ 10th സ്റ്റാർട്ട് ചെയ്തു. അതിൽ സിംഗിൾ പ്രസന്റ് ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം.
സിമ്പിൾ പ്രസന്റ് സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് V1 ആണ്. ഞാൻ എഴുതുന്നു, കളിക്കുന്നു, വായിക്കുന്നു എന്നൊക്കെ പറയാം. അതായത് he writes, I play, she reads, I read, I write, you write എന്നൊക്കെ പറയും. അതായത് സിംഗുലർ സബ്ജക്റ്റിൽ കൂടെ നമ്മൾ സിംഗുലർ വേർബും പ്ലൂറൽ സബ്ജക്റ്റിൽ കൂടെ നമ്മൾ പ്ലൂറൽ വേർബും ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്സിലറീസ് ആണ് അല്ലെ. അപ്പൊ സബ്ജക്ട് പ്ലസ് പ്രസന്റ് ഓക്സിലറീസ് പ്ലസ് verb ing. പ്രസന്റ് ഓക്സിലറീസ് എന്ന് പറയുമ്പോൾ ഈസ് ആം ആർ ആണ്. ഐയുടെ കൂടെ ആം, then he she ഇതിന്റെ കൂടെ ഈസ്, യു വി യുടെ കൂടെ ആർ ആണ് യൂസ് ചെയ്യുക. ഞാൻ എഴുതുകയാണ്, ഞാൻ കളിക്കുകയാണ്, അവൻ പോകുകയാണ്. ഓ ഷീസ് ഗോയിങ്, he is going, I am going, I am writing, you are writing. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറയാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഫ്യൂച്ചറിലെ കാര്യം പറയാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാറുണ്ട്. അവൻ നാളെ ദുബായിലേക്ക് പോകുകയാണ് അല്ലെ, he is going to Dubai tomorrow എന്ന് പറയാം. അവിടെ നമ്മൾ യൂസ് ചെയ്ത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി നെക്സ്റ്റ് the third one, present perfect. Present perfect means, ശ്രദ്ധിച്ചിരിക്കുക, അതിനുശേഷം നോട്ട് എഴുതിയാൽ മതി. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രസന്റ്, അതായത് പ്രസന്റ് ടെൻസിൽ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്താണ് പറയാറ്. അതായത് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യുമല്ലോ. നിങ്ങളിപ്പോ ഒരു ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഐ എം ഡൂയിങ് മൈ ഹോംവർക്ക് എന്ന് പറയും. ഞാനിപ്പോ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഐ എം ഡൂയിങ് മൈ ഹോംവർക്ക്. അത് നമുക്ക് എന്താണ്, കുറച്ച് അത് എന്തായാലും കംപ്ലീറ്റ് ചെയ്യും, നമ്മൾ ഫിനിഷ് ചെയ്യും ഓൾറെഡി അല്ലെ. കുറച്ച് കഴിയുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ എന്ത് പറയും, ഞാൻ എന്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്ന് പറയും അല്ലെ. ചെയ്തിട്ടുണ്ട് എന്നാ പറയാ, ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ഞാൻ എന്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നായിരിക്കും പറയും. അതായത് പ്രസന്റില് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി നമ്മൾ അത് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ വരുന്നത് subject plus has or have plus V3. Okay, so text leda present perfect. പേജ് നമ്പർ ഒന്നും പറയണ്ട, ജസ്റ്റ് നീ നോട്ട് ചെയ്തോ, കാരണം നിങ്ങളുടെ ടെക്സ്റ്റിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, അതുകൊണ്ട് നോട്ട് എടുക്കുക, നോട്ട് എഴുതുക. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എഴുതി കൊടുക്കുക. ദെൻ ബ്രാക്കറ്റിൽ എഴുതുക ചെയ്തിട്ടുണ്ട് എന്ന് എഴുതാട്ടോ, ചെയ്തിട്ടുണ്ട്. സിമ്പിൾ പ്രസന്റ് ചെയ്യുന്നു, പ്രസന്റ് കണ്ടിന്യൂസ് ചെയ്യുകയാണ്, ദെൻ പ്രസന്റ് പെർഫെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചെയ്തിട്ടുണ്ടെന്ന് ബ്രാക്കറ്റിൽ എഴുതാം. ദെൻ സ്ട്രക്ചർ എഴുതാം, സബ്ജക്ട് പ്ലസ് has or have plus, subject plus has or have plus V3. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുക, അതായത് V3 ഫോം, വേർബിന്റെ തേർഡ് ഫോം. ഓക്കെ, സ്ട്രക്ചർ കിട്ടിയല്ലോ, എഴുതിയില്ല എല്ലാവരും? ഓക്കെ, എഴുതി. ഇനി നമുക്ക് ഹാസും ഹാവും എന്താണ്, അത് എവിടെ യൂസ് ചെയ്യണം എന്നറിയണം. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക. എഴുതി വെച്ചോട്ടോ, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസ്, ദെൻ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ്. ഓക്കെ, ഇനി ഹാസും ഹാവിനും ശേഷം വരുന്ന വെർബ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹാസിനും ഹാവിനും ശേഷം വരുന്ന വെർബ് തേർഡ് ഫോം ആയിരിക്കണം. ഷുവർ ആണ്, മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. തെറ്റിക്കരുത്, മിസ്റ്റേക്ക് വരുന്നത് ഇതിലേക്കാണ്. ഓക്കെ, തേർഡ് ഫോം ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇവിടെ. അതായത് V3 ഫോം, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇതിൽ റിട്ടൺ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ പറയാം, ഇപ്പൊ ഒരു മലയാളം കൊടുക്കുകയാണെങ്കിൽ എന്താണ്, അവൻ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാ പറയാ, അവൻ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാ പറയാ, he has written a novel. he has written a novel.
he എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്ട് ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്തത് ഹാസ് ആണ്. ഓക്കെ, അതിനുശേഷം ഏതാണ് verb? അത് B3 ഫോം ആയിരിക്കണം. നമ്മളിവിടെ പറഞ്ഞത് എഴുതുക എന്നാണ്. അതിന്റെ B3 ഫോം written ആണ്. അപ്പൊ he has written എന്തെഴുതി? ഒബ്ജക്റ്റ് അല്ലെ? a novel ആണ്. he has written a novel. ഓക്കെ, എഴുതിയിട്ടുണ്ട് എന്ന് മാത്രം ചിലപ്പോ പറയാൻ ചാൻസ് ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഒരു ഫിനിഷ്ഡ് ആയ ഒരു കാര്യം പറയുന്നതാണ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അങ്ങനെ തന്നെ പറയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. he has lost his passport. അവന്റെ പാസ്പോർട്ട് അവന് നഷ്ടപ്പെട്ടു പോയി. അല്ലെ, നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറയും. അങ്ങനെയും നമ്മൾ പറയും മലയാളത്തില്. മനസ്സിലായോ? അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ഞാൻ പറഞ്ഞപ്പോ മിക്കവരും പറഞ്ഞു ചെയ്യുകയാണ് എന്ന് പറഞ്ഞപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല മിസ്സി എന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടും പറയാം. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് നമ്മൾ മലയാളം പല രീതിയിലും സംസാരിക്കാറില്ല. അപ്പോ ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ്. ചെയ്തിട്ടുണ്ട്, എന്തായാലും ഒരു പ്രവൃത്തി അത് കംപ്ലീറ്റ് ആയി. എന്ത് കാര്യമാണെങ്കിലും ഇപ്പൊ നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയ കാര്യം നഷ്ടപ്പെട്ടു പോയി. അവന്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയി അല്ലെ? he has lost his passport. ഇനി ഒരു പ്രവൃത്തി I have done all my homework. എന്റെ എല്ലാ ഹോംവർക്കും ഞാൻ ചെയ്തു അല്ലെ, ചെയ്തിട്ടുണ്ട് എന്നും പറയാം. മനസ്സിലായോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ? Yes, ma'am. ക്ലിയർ. ഇനി നമുക്ക് എക്സാമ്പിൾ പറയാം. കാര്യം മനസ്സിലായല്ലോ? എക്സാമ്പിൾ പറയാം. ഒരു മലയാളം പറഞ്ഞാൽ വരും ഓർത്തിരിക്കും. കംപ്ലീറ്റ് ആയിട്ടൊരു കാര്യമായിരിക്കണം. പെട്ടെന്ന്. ഞാൻ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. പറയോ? I have cooked biryani. I have Cooked biryani. cooked ബിരിയാണി. ഒരു ബിരിയാണി ചെയ്തിട്ടുണ്ട്. ഓക്കെ, then ഞാൻ മാങ്ങ ചെത്തിയിട്ടുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. രണ്ട് താങ്കളെ വേണം കേട്ടോ. ഞാൻ മാങ്ങ ചെത്തിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ പറഞ്ഞേ കേക്കട്ടെ. I have peeled mango. Peeled mango, I think. I have peeled mango. I peeled mango എന്ന് പറയാലോ, സിമ്പിൾ ആയിട്ട് പറയാലോ. സിമ്പിൾ ആയിട്ട് പറയാം. അതാ ഞാൻ നേരത്തെ ആലോചിച്ചേ. ഷീ കുക്ക്ഡ് ബിരിയാണി എന്ന് പറഞ്ഞാ പോരെ? ഷീ ഹാവ് കുക്ക്ഡ് ബിരിയാണി എന്ന് പറയോ? അപ്പൊ ഞാൻ അപ്പൊ ഷീ ഹാവ് എന്ന് പറഞ്ഞപ്പോ ഐ ഹാവ് എന്ന് പറയുന്ന ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ. അതായത് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റും ഈ പാസ്റ്റും തമ്മിൽ കണക്റ്റഡ് ആണ്. കുറച്ച് കണക്ഷൻ ഉണ്ട്. നമുക്ക് സിമ്പിൾ ആയിട്ട് പാസ്റ്റ് വെച്ച് പറയാം. കാരണം എന്താണെന്നറിയോ? പ്രസന്റിൽ കംപ്ലീറ്റ് ചെയ്ത ഒരു കാര്യമാണെങ്കിലും അത് കഴിഞ്ഞു അല്ലെ, ഓൾറെഡി പാസ്റ്റ് ആണത്. എന്തൊക്കെയാണ് പ്രസന്റിൽ കംപ്ലീറ്റ് ചെയ്തു? ഇപ്പോ ടൈം പറയുകയാണെങ്കിൽ 11:47 ആയി അല്ലെ. 11:46 വരെ നമുക്ക് പറയാം അത് പാസ്റ്റ് ഒരു പ്രസന്റിൽ കഴിഞ്ഞൊരു പ്രവൃത്തിയാണ്. 46 ഒരു പ്രവൃത്തി കഴിഞ്ഞിട്ട് ഓക്കെ പ്രസന്റിൽ കഴിഞ്ഞൊരു പ്രവൃത്തിയാണ്. എന്നാലും അത് പാസ്റ്റ് അല്ലേ? 46 ആണെങ്കിലും 47ലേക്ക് വന്നാൽ 46 പാസ്റ്റ് ആയി. ശരിയല്ലേ? അപ്പൊ പാസ്റ്റിൽ വെച്ച് പറയാൻ പറ്റും. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പാസ്റ്റിൽ വെച്ച് പറയാം. പക്ഷെ ഇതൊക്കെ പഠിക്കണ്ടേ? പഠിക്കണം. ഹാവ് വേണ്ടാന്ന് പറയണത്. അപ്പൊ ഹാവ് അവിടെ വേണ്ടാന്നാണോ? അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞില്ല. അതൊക്കെ ഞാൻ ടെൻസ് കുറച്ചുകൂടെ കംപ്ലീറ്റ് ആകട്ടെ. പാസ്റ്റും ഫ്യൂച്ചറൊക്കെ ഞാൻ പറയട്ടെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളോട് നേരത്തെ മുൻകൂട്ടി ഒരു കാര്യവും പറയാൻ പറ്റില്ല. പറഞ്ഞ ഒരു ഡൗട്ട് ആയിരിക്കും. അതാ ഞാൻ പറയാത്തെ. ഓക്കെ, ഇപ്പൊ ഇത് പഠിക്കൂ. പ്രസന്റ് പെർഫെക്റ്റിൽ നിന്നാ മതി. പാസ്റ്റിലേക്ക് ഒന്നും പോകണ്ട. ഓക്കെ, ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പറയൂ. ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. I am singing song. I have sang a song എന്നാണോ sing a song എന്നാണോ? Sing a song. I have sang അല്ലേ വരിക തേർഡ് ഫോം ആവുമ്പോ? V1, V2, V3. ഡൗട്ട് ഉണ്ടോ?
എനിക്ക് ടൈമില്ല കേട്ടോ. ഞാൻ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് V1 V2 V3 ഫോം ഒക്കെ ഞാൻ നോട്ട്സ് തന്നാലിരുന്നു. ടങ്ങല്ലേ വരാ I have sung a song. I have sung a song. Yes, I have sung a song. I have sung a song. Okay. ഈ പ്രസന്റ് പെർഫെക്റ്റ് വരുമ്പോ ഈ ഹാവും ഹാസും ചേർക്കുന്നത് നമ്മൾ കുറച്ച് സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ പാസ്റ്റിൽ പറയുമ്പോൾ ജസ്റ്റ് ഷീ സാങ് എ സോങ് അങ്ങനെ പറയുന്നതും ഇതന്നെയല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന സാധനം മനസ്സിലാക്കിയിരിക്കട്ടെ. ഹാസ് ആൻഡ് ഹാവ് പറയണ്ടേ? അതിന് വേണ്ടിയാണ്. നമ്മൾക്ക് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന എല്ലാ കേസിലും നമ്മൾ ഒരിക്കലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യും, പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യും, സിമ്പിൾ പ്രസന്റ്, പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ്, ഇതൊക്കെയാണ് യൂസ് ചെയ്യുക. പെർഫെക്റ്റിലേക്ക് ഒന്നും പോവാറില്ല. മനസ്സിലായോ? ഇതിപ്പോ വെർബിന്റെ കാര്യമാണ് ഞാൻ പ്രസന്റ് പെർഫെക്റ്റ് വെച്ച് പറയുന്നത്. ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ഞാൻ എവിടെ പോയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട് എന്ത് പറയാം? അവൻ സ്കൂളിൽ പോയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? അവൻ എവിടെ ഏതെങ്കിലും അവൻ സ്കൂളിൽ പോയിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ആ ടൈമിൽ നമുക്ക് ഇവിടെ ഇതൊക്കെ യൂസ് ചെയ്യാം. അവൻ സ്കൂളിൽ പോയിട്ടുണ്ടെന്ന് പറയുമ്പോ He has went to school. He has gone. He has gone. gone to school. He has gone to school. സ്കൂളിൽ പോയിട്ടുണ്ട്. വെർബിന്റെ കാര്യത്തിലാണ് ഇങ്ങനെയൊക്കെ പറയാം. ഹാസ് എ ഹാവും പറയുമ്പോൾ V3 ഫോം ഉപയോഗിക്കണം. അത് വെർബിന്റെ കാര്യത്തിലാണ്. നമുക്ക് നൗണിലും നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഹാസ് എ ഹാവ് നൗണിൽ യൂസ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ്? ഒരു കാര്യം ഉണ്ട് എന്ന് പറയാനാണ് നമ്മൾ നൗണിൽ യൂസ് ചെയ്യുന്നത്. എനിക്കൊരു കാർ ഉണ്ട്, എങ്ങനെയാ പറയാ? I have a car. അതും സെയിം തന്നെയാണ്. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവും സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസ് ആണ് യൂസ് ചെയ്യാം. അവൻ ഒരു കാർ ഉണ്ടെന്നാണെങ്കിലോ He has a car. Yes, he has a car. Okay, but നൗണിലും നമുക്ക് ഹാസ് ആൻഡ് ഹാവ് യൂസ് ചെയ്യാം, വെർബിലും ഹാസ് ആൻഡ് ഹാവ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ വെർബിൽ യൂസ് ചെയ്യുമ്പോൾ V3 ഫോം ആയിരിക്കണം നമ്മൾ അവിടെ ആഡ് ചെയ്യേണ്ടത്. അത് റൂളാണ്, തെറ്റിക്കരുത്. അത് ഗ്രാമറിലെ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, എന്താണിത്? സിംഗിന് ഡൗട്ടോ? സിംഗ് V1, sang V2, sung V3. Okay, sing, sang, sung. Clear? Yes. Yes, ma'am. Okay, അപ്പോ ഈ ടെൻസ് ക്ലിയർ ആയോ? Yes, ma'am. ക്ലിയർ ആയല്ലോ? ഇനി അതിനെ കുറിച്ച് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഇനി? ഓക്കെ അല്ലേ? ഇതൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്ന എന്തിനാണെന്ന് അറിയുമോ? ഞാൻ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഓക്കെ അത് വേണം. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റില് ടെൻസിന്റെ പോർഷനിൽ തന്നിരിക്കുന്നത് ഈ പറയുന്ന സാധനങ്ങളൊന്നും അല്ല. മനസ്സിലായോ? ഞാൻ പഠിപ്പിക്കുന്നത് ഒന്നും തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടില്ല. ടെക്സ്റ്റിൽ പറയുന്നത് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ആണ്. ഈ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും നമ്മൾ പഠിക്കണമെങ്കിൽ, നമ്മളത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യണമെങ്കിൽ ഈ ടെൻസ് എല്ലാം അറിഞ്ഞിരിക്കണം. ഈ ആക്റ്റീവ് വോയിസ് പെർഫെക്റ്റ് വരെ ഉണ്ട്. മനസ്സിലായോ? ചിലതിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെ ആക്റ്റീവ് വോയിസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ടെൻസ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറ്റും. ഇതെന്തായാലും പഠിക്കണം. ഓക്കെ, ടെൻസിന് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാം. പാസീവ് വോയിസും ആക്റ്റീവ് വോയിസ് ആയിരിക്കും വരാം കേട്ടോ. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ഓക്കെ അല്ലേ? ഹാസ് എ ഹാവ്, then V3 form. Okay? Yes. Any next present perfect continuous tense. നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ നമ്മൾ പറഞ്ഞു ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ കുറെ പേര് പറഞ്ഞു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും പറയാം. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഈ ടെൻസിൽ ഞാൻ പറയും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഓക്കെ, എഴുതിക്കോളൂ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് has or have plus being plus
verb ing. Been വേണം കേട്ടോ, been. Subject plus has or have plus been plus verb ing. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യം പറയാനായിട്ട് നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം അല്ലെ. ഞാനിപ്പോ എന്താണ് പഠിപ്പിക്കുകയാണ്, ഐ ആം ടീച്ചിങ്, ഐ ആം ടീച്ചിങ് റൈറ്റ് നൗ, ഞാനിപ്പോ പഠിപ്പിക്കുകയാണ്. ഇനി ഞാൻ ഈ പണി തുടങ്ങിയിട്ട് ഞാൻ രാവിലെ മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയണം. അത് നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസിൽ പറയാൻ പറ്റും. I have been teaching from the morning. ഞാൻ രാവിലെ മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ രാവിലെ തുടങ്ങിയത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പാസ്റ്റിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി നമ്മൾ പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വെച്ച് പറയാവുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം പ്രസന്റിലും കണ്ടിന്യൂ ചെയ്താൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വെച്ചാണ് പറയേണ്ടത്. ഓക്കെ, അതായത് രാവിലെ മുതൽ പഠിപ്പിക്കുകയാണ് എന്ന് പറയണമെങ്കിൽ I have been teaching. ഞാൻ പറഞ്ഞു തെറ്റുന്നുണ്ട്. Come the morning പറഞ്ഞു തെറ്റാണ്. From morning. Since morning വരുമോ? Since ഇതില്ലേ? നമ്മളുടെ വോയിസ് ക്ലിയർ ആവുന്നില്ലോ. ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാം, പക്ഷേ ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഇത് പറയും ഞാൻ രാവിലെ മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാ പറയാ? രാവിലെ മുതൽ പ്രപ്പോസിഷൻ, ഇവിടെ പ്രപ്പോസിഷൻ ആവശ്യമാണ്. I have been teaching since morning. Okay, I have been teaching since morning എന്ന് പറയണം. ഞാൻ രാവിലെ മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ രാവിലെ മുതൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. I have been cooking since morning. ഓക്കെ, ഇനി രാവിലെ മുതൽ, ഇനി ഞാൻ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണെങ്കിലോ? I have been teaching for 3 years. Has been അല്ല. I have been teaching for 3 hours. ഞാൻ 3 മണിക്കൂറായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. I have been teaching for 3 hours എന്ന് പറയാം. ഫോർ യൂസ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോ I has been മോനിഷ ഹാസ് അല്ല ഹാവ് ആണ് കേട്ടോ. പ്ലൂറലിലെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്, മാറിപ്പോകരുത്. ഓക്കെ, ഇനിയിപ്പോ അവന്റെ കേസ് ആണെങ്കിലോ, അവൻ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പഠിപ്പിക്കല, പഠിക്കുകയാണ്. He has been studying for 3 hours. He has been studying for 3 hours. Studying പറയാം, ലേണിംഗ് പറയാം, എന്ത് പറയാം കേട്ടോ. ക്ലിയർ ആയി? അപ്പോ പാസ്റ്റിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി പ്രസന്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടെൻസ് വെച്ചാണ് പറയാം. മനസ്സിലായോ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും പ്രസന്റ് കണ്ടിന്യൂസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഇപ്പോ ഞാൻ 3 മണിക്കൂറായിട്ട് പഠിപ്പിക്കുകയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാറുണ്ട് അല്ലെ. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലായല്ലോ? മലയാളം പല രീതിയിലും പല സ്ഥലങ്ങളിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് മനസ്സിലായല്ലോ? രണ്ടിന്റെ ഡിഫറൻസ് മനസ്സിലായില്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. പ്രസന്റ് ടെൻസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഒരു കാര്യം ചെയ്യൂ, ഇനി ടൈം ഉണ്ടല്ലോ, ആവശ്യമാണ്. എല്ലാവർക്കും പ്രസന്റ് ചെയ്തേ. എല്ലാവരും പറയും പ്രസന്റ് ടെൻസ് ഫുള്ള് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം വിത്ത് സ്ട്രക്ചർ ആൻഡ് എക്സാമ്പിൾ. ഓക്കെ, എല്ലാവരും. സമയം കുറച്ചുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് ഇത് തിരക്കൊന്നുമില്ല. പറയൂ പ്രസന്റ് ടെൻസ് ഇന്നത്തെ ക്ലാസ്സോട് കൂടി എല്ലാവർക്കും തറവായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, പേര് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ എല്ലാവരും.
എല്ലാവരും കൂടെ പറയിപ്പിക്കുന്നുണ്ട്. മിസ്റ്റേക്സ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് പോവാം. ഹാവ് ആണ്, യെസ് ഹാവ് ആണ്. പ്ലൂറലിന്റെ കൂടെ നമ്മൾ ഹാവ് യൂസ് ചെയ്യണം, സിംഗുലറിന്റെ കൂടെ നമ്മൾ ഹാസ് യൂസ് ചെയ്യണം, മറക്കരുത്. ഒന്നുകൂടെ റീവൈൻഡ് ചെയ്യണോ ഞാൻ? ഫസ്റ്റ് മുതൽ പറയണോ? പറഞ്ഞപ്പോഴായിരുന്നു. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു ഹാബിറ്റ് ആയിരിക്കാം, ഒരു റൊട്ടീൻ ആയിരിക്കും. അല്ലെ, ഞാൻ രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്നു, ഇത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് V1 ആണ്. സ്ട്രക്ചർ കേൾക്കുമ്പോൾ ഓക്കെ സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിരിക്കും വെർബ് വരാം. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ് നമ്മളിവിടെ യൂസ് ചെയ്യണം. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം. സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. ഓക്കെ, പ്ലൂറൽ സബ്ജക്റ്റ് ഐ, യു, വി, ദേ. ഇനി വെർബ് നമുക്ക് നമ്മുടെ എല്ലാവർക്കും കാണുന്ന അതായത് V1 നോർമലി കാണുന്ന എല്ലാ വെർബും പ്ലൂറൽ വെർബാണ്. നമ്മൾ അതിനെ സിംഗുലറൈസ് ചെയ്യാണ് ചെയ്യാൻ. അതായത് ഒരു വെർബിനെ സിംഗുലറൈസ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ എസ് അല്ലെങ്കിൽ IES അല്ലെങ്കിൽ ES ഒക്കെ ആഡ് ചെയ്യണം. അത് ഓരോ വേർഡിനനുസരിച്ചിരിക്കും. റൈറ്റ് ആണെങ്കിൽ എസ് ആഡ് ചെയ്യാം, റൈറ്റ്സ് ആണ്. ഗോ ആണെങ്കിൽ ES ആഡ് ചെയ്ത് ഗോസ് ആകും. മനസ്സിലായോ? ഇപ്പൊ അവൻ പോകുന്നു, ഹി ഗോസ് എന്നാ പറയാ. ഞാൻ പോകുന്നു, ഐ ഗോ. നീ പോകുന്നു, യു ഗോ. ഓക്കെ, ഐ ഗോ, യു ഗോ, വി ഗോ, ദേ ഗോ. He goes, she goes, it goes, everybody goes. ഇങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇനി പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ് ഇപ്പോ നടക്കുന്ന കാര്യം, ഇപ്പോ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ കാര്യം പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അത് മാത്രമല്ല ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പറയാനും നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് പ്രസന്റ് ഓക്സിലറി ആയ ഈസ്, ആം, ആർ പ്ലസ് വെർബ് ING. കണ്ടിന്യൂസ് എന്ന് കേട്ടാൽ ING ഫോമിലുണ്ട്, നിർബന്ധമാണ്. ഒരു തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും ING ഫോം ഉണ്ടാക്കും വെർബിന്റെ കൂടെ. ഓക്കെ, അപ്പോ ഐയുടെ കൂടെ നമ്മൾ ആം എന്ന് പറയുന്ന ഓക്സിലറി യൂസ് ചെയ്യുന്നു. ഹി, ഷീ, ഇറ്റ്, എവരിബഡിയുടെ കൂടെ നമ്മൾ ഈസ് എന്ന് പറയുന്ന ഓക്സിലറി യൂസ് ചെയ്യുന്നു. യു, വി, ദേ, ആർ ആണ് യൂസ് ചെയ്യുന്നത്. Okay, I am teaching. He is teaching. You are teaching. ഇങ്ങനെയാണ് വരാം. ഇനി നെക്സ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റിൽ നടക്കുന്ന ഒരു കാര്യം നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ആയ ഒരു കാര്യം നമ്മൾ പ്രസന്റ് ടെൻസിൽ പറയുന്നുണ്ടെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വെച്ചാൽ പറയാറ്. I have done my homework. ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്തു അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്. I have done my homework. Do ന്റെ V3 ഫോം ആണ് done. Do, did, done. ഐയുടെ കൂടെ have യൂസ് ചെയ്യും. ഇനി അവനാണെങ്കിൽ he has done his homework. അവന്റെ ഹോംവർക്ക് അവൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോ സിംഗുലർ സബ്ജക്റ്റിന് കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന് കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഈ ഹാസും ഹാവിനും ശേഷം എവിടെ കണ്ടാലും ഹാസും ഹാവിനും ശേഷം വരുന്ന വെർബ് എപ്പോഴും V3 ഫോം ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഹാസും ഹാവിനും ശേഷം ഇപ്പൊ ബീനോ വേറെ എന്തെങ്കിലും വന്നാലും V3 ഫോം എഴുതുന്ന ആവശ്യമില്ല. ഹാസും ഹാവിനും തൊട്ടടുത്ത് തന്നെ വരുന്നത് വെർബ് ആണെങ്കിൽ അതെപ്പോഴും തേർഡ് ഫോം ആയിരിക്കണം. ഓക്കെ, I have done, I have completed, I have finished. അയിന്റെ കൂടെ ഹാവും പിന്നെ ഹാസ് എന്തിന്റെ കൂടെ പറഞ്ഞ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ സിംഗുലർ സബ്ജക്ട് എന്താണ്, പ്ലൂറൽ സബ്ജക്ട് എന്താണെന്ന് ആദ്യം പഠിക്കും. അത് പഠിച്ചാലേ എല്ലാ ഡൗട്ടും മാറും. ഓക്കെ, ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിനോടെ ഹാവും. പിന്നീട് നീ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി സബ്ജക്ട് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ടെൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോ പറഞ്ഞാണ് ഏതൊക്കെയാണ് സിംഗുലർ. ഒന്നുകൂടെ പറയും, സിംഗുലർ സബ്ജക്ട് എന്ന് പറയുന്നത് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പ്ലൂറൽ സബ്ജക്ട്
ഐ യു വി ദേ മാറിപ്പോകരുത്. ഇനി ഞാൻ ഈ സബ്ജക്ട് വൈസ് ആയിട്ട് ഒന്നും പറയില്ല. സിംഗുലർ പ്ലൂരൽ ഇങ്ങനെ മാത്രമേ ഞാൻ പറയുള്ളൂ. അതെന്താണ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂരൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവും, അതിനുശേഷം വരുന്ന വേർബ് തേർഡ് ഫോം ആയിരിക്കും. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ്. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു രാവിലെ മുതൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യണം. സ്ട്രക്ചർഡ് സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് verb ing. അവ രാവിലെ മുതൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാവിലെ മുതൽ കളിക്കുകയാണ് അല്ലെ, രാവിലെ മുതൽ കളിക്കുകയാണ്. അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയേണ്ട ആവശ്യം ശരിക്കില്ല. രാവിലെ മുതൽ കളിക്കുകയാണ് എന്നാ പറയാം. He has been playing since morning. Okay, he has been playing since morning. Okay, ഇനിയിപ്പോ ഞാൻ രാവിലെ മുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. I have been working since morning. അല്ലെങ്കിൽ ഞാൻ 2 മണിക്കൂറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I have been working for 3 hours. ഞാൻ 3 വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. I have been teaching here for 3 years. മനസ്സിലായോ? വർഷങ്ങളായിട്ട് രാവിലെ മുതൽ എന്നൊക്കെ നമുക്ക് ഈ ടെൻസിൽ പറയാം. ക്ലിയർ ആയോ? ഈ നോട്ട് ഞാൻ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്ന് അപ്ലോഡ് ചെയ്യും. കാരണം ടെൻസ് കംപ്ലീറ്റ് ആയി. സോ ഈ നോട്ട് ഞാൻ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഓരോരുത്തരായിട്ടൊന്ന് പറഞ്ഞ് കേൾക്കട്ടെ, ആർക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവും. ഞാൻ അതനുസരിച്ച് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, എടുക്കോ അതോ ഡിസ്കഷൻ ആണോ? ഹാഫ് അവർ എന്തോ കേൾക്കാവോ? എന്റെ വോയിസ് കേൾക്കാവോ? കേൾക്കാം, പക്ഷെ ഒന്ന് ക്ലിയർ അല്ല. പറയൂ. അപ്പൊ ഇനി പുതിയ ടോപ്പിക് എടുക്കുന്നുണ്ടോ അതോ അരമണിക്കൂർ ഡിസ്കഷൻ ആണോ? ഡിസ്കഷൻ ആയിരിക്കും കൊടുക്കാം. കാരണം ഇത് പഠിച്ചിട്ടേ രക്ഷയുള്ളൂ, പഠിക്കണം. ആണ്, അപ്പൊ ഞാൻ ക്ലാസ്സിൽ കയറിക്കോട്ടെ മാം? ക്ലാസ് കണ്ടാൽ മതി, പുതിയ ടോപ്പിക് ഇല്ലല്ലോ. ഓക്കെ മാം, താങ്ക് യു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു. അപ്ലോഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ എല്ലാവരും പറയും, പ്രസന്റ് ചെയ്യും എല്ലാവരും. കാരണം ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണിത്. ഇനി ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഓക്കെ, എല്ലാവരും പറ്റുന്ന പോലെ നമുക്ക് ക്ലാസ് വെച്ച് പ്രസന്റ് ചെയ്യാം. പറഞ്ഞോളൂ. ഉമ്മു ഹബീബ സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാൻ പറയാം, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തി തരണേ. ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അത് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനെ പറയുന്ന ഒരു ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്ട് പ്ലസ് V1. സബ്ജക്ട് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് ഐ യു വി ദേ ഹി ഷീ ഇറ്റ്, അതൊക്കെയാണ് നമ്മുടെ സബ്ജക്ട്സ്. അതിൽ പ്ലൂരൽ സബ്ജക്റ്റ് ഉണ്ട്, സിംഗുലർ സബ്ജക്റ്റ് ഉണ്ട്. പ്ലൂരൽ സബ്ജക്ട് പറഞ്ഞാൽ ഐ യു വി ദേ പ്ലൂരൽ, സിംഗുലർ ഹി ഷീ ഇറ്റ് എവറിബഡി. പിന്നെ V1 ഫോം ആണ്. അതില് V1 ഫോം നോർമൽ ഒരു വേർബ് പ്ലൂരൽ ഫോം ആയിരിക്കും. അങ്ങനല്ലേ? ആണ്. അപ്പോ എക്സാമ്പിൾ ഞാൻ പറയാം. ഐ റൈറ്റ്, അപ്പൊ ഞാൻ എഴുതി. അതായത് അപ്പൊ ഐ പ്ലൂരൽ ആയതുകൊണ്ട് റൈറ്റും പ്ലൂരൽ, വേർബും പ്ലൂരൽ. ഓക്കെ. പിന്നെ ഷീ ടേക്സ് എ ഹോട്ട് ബാത്ത്, അതായത് ഷീ സിംഗുലർ ആയതുകൊണ്ട് ടേക്സ് വന്നു, വേർബ് ടേക്സ് വന്നു. അപ്പൊ അതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. എന്തെങ്കിലും ഉണ്ടോ? സബ്ജക്ട് അപ്പൊ പ്ലൂരൽ സബ്ജക്റ്റിനൊപ്പം പ്ലൂരൽ വെർബും സിംഗുലർ സബ്ജക്റ്റിനൊപ്പം സിംഗുലർ വെർബാണ് സെന്റൻസിൽ വരിക. ഓക്കെ മാം? ഓക്കെ, ദെൻ പ്രസന്റ് കണ്ടിന്യൂസ്. അതിന്റെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് പ്രസന്റ് ഓക്സിലറി പ്ലസ് വെർബ് പ്ലസ് ING. അതിൽ പ്രസന്റ് ഓക്സിലറി എന്ന് പറയുമ്പോൾ ഈസ്, ആം, ആർ, അത് 3 ഓക്സിലറീസ്. അതിൽ ഐന്റെ ഒപ്പം ഈസ്, ആമും, പിന്നെ യു വി ദേ ആർ, ഹി ഷീ ഇറ്റ് എവരിബഡി ഈസ്, അങ്ങനെയാണ് ഓക്സിലറീസ് വരിക. പിന്നെ എക്സാമ്പിള് വി ആർ പ്ലേയിങ് ക്രിക്കറ്റ്, അപ്പൊ പ്ലേയിങ്ങിന്റെ ഒപ്പം ING വന്നു. അങ്ങനെ ഉണ്ടല്ലേ മാം? ഓക്കെ. പിന്നെ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ്ലി പറയാം.
ഓക്കെ, ഇനി എന്തെങ്കിലും പ്രസന്റ് പെർഫെക്റ്റ്. അടുത്തത് പിന്നെ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആയ കാര്യങ്ങളാണ് പ്രസന്റ് പെർഫെക്റ്റിൽ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആയ കാര്യങ്ങളാണ് പറയാം. അതിന്റെ സ്ട്രക്ചർ സബ്ജക്ട് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് അതിന്റെ സ്ട്രക്ചർ. സിംഗുലർ വരുമ്പോൾ ഹാസും പ്ലൂരൽ വരുമ്പോൾ ഹാവും നമ്മൾ ഉപയോഗിക്കും. പിന്നെ V3 മസ്റ്റ് ആണ്. ഇത് വരുമ്പോൾ ഇതിന്റെ മെയിൻ സ്ട്രക്ചറിൽ V3 ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ടത്. പിന്നെ എക്സാമ്പിള് ഹി ഹാസ് റിട്ടൺ എ നോവൽ. അപ്പോ ഹി സിംഗുലർ ആയതുകൊണ്ട് ഹാസ് വന്നു ആൻഡ് V3 റിട്ടൺ എ നോവൽ അങ്ങനെ വന്നു. പിന്നെ ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക്. ഹാവിന്റെ ഒപ്പം ഹാവ് ഐ പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് വന്നു ആൻഡ് ഡൺ V3 വെർബ് ഫോം V3 ഡൺ വന്നു. ദെൻ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് പ്രസന്റില് കഴിഞ്ഞ കാര്യം, അതായത് നമ്മൾ രാവിലെ മുതലേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, രാവിലെ മുതലേ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെ പ്രസന്റിൽ ചെയ്തു കഴിഞ്ഞ കാര്യത്തിന് പറയുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിന്റെ സബ്ജക്ട്, അതിന്റെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് ING, അതാണ് അതിന്റെ സ്ട്രക്ചർ. പിന്നെ അതിന്റെ എക്സാമ്പിൾ ഐ ഹാവ് ബീൻ ടീച്ചിങ് സിൻസ് മോർണിംഗ്. നമ്മൾ മോർണിംഗ് മുതലേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഫോർ 3 hours, അതായത് നമ്മൾ രാവിലെ മുതലേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ്. താങ്ക് യു. ഓക്കെ, ക്ലിയർ ആണ്? രശ്മി, മിസ്. രശ്മി, ഡൗട്ട് ചോദിച്ചപ്പോ ഞാൻ ദേഷ്യപ്പെട്ടതല്ല കേട്ടോ. അല്ല, മനസ്സിലായി. അതെ, ആദ്യം ഞാൻ പറഞ്ഞത് വിചാരിച്ചായിരുന്നു. രശ്മിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും, ഞാൻ ക്ലിയർ ചെയ്യും. എല്ലാവരും ഞാൻ അതിനു വേണ്ടിയാണ് ഒരു ഹാഫ് ആൻ അവർ മാറ്റി വെച്ചത്. കാരണം ടെൻസ് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് പഠിക്കാതെ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ്. ക്ലാസ്സുകൾ എനിക്ക് മിസ്സായി. അപ്പൊ ഇതില് മൊത്തം കേട്ടപ്പോ ആകെ ഒരു വിറയിലും ഒരു കൺഫ്യൂഷനും, അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മള് സിംഗുലർ ടെൻസ് അതൊന്നും ഞാൻ പഠിപ്പിച്ച ക്ലാസ്സിലൊന്നും ഞാൻ കേറിയിട്ടുണ്ടായില്ല. ഞാൻ കണ്ട് റെക്കോർഡ് ക്ലാസ് കണ്ട് വരുന്നതേ ഉള്ളൂ. അപ്പോ ഇത് കേട്ടപ്പോ നോട്ട്സ് കംപ്ലീറ്റ് ആക്കാൻ നോക്കാട്ടോ. നോട്ട്സ് കംപ്ലീറ്റ് ആക്കണം, കറക്റ്റ് ആയിട്ട് പഠിക്കാം. ടെൻസ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. മാക്സിമം എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, പറഞ്ഞു നോക്കുക. എന്നാലും പഠിക്കാം, ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോകാൻ പറ്റും. നോക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യോ, 2-3 പേരോട് പറയട്ടെ. അപ്പൊ ജസ്റ്റിന് കേൾക്കുമ്പോ മനസ്സിലാവുമല്ലോ കുറച്ചെങ്കിലും. എന്നിട്ട് പറയാം. ഓക്കെ. നെക്സ്റ്റ് ആരാ പറയാ? ആരും പേര് ടെക്സ്റ്റ് ചെയ്തില്ല. ഞാൻ പറയാം. സാഗ. പറയൂ. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്ട് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഡു ഓർ ഡസ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഡു ഉപയോഗിക്കാം, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഡസ് ഉപയോഗിക്കാം. അപ്പൊ ഹി ലൈക്സ്, ഹി എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പൊ ലൈക്കിന്റെ കൂടെ നമ്മൾ ഡസും കൂടി ചേരുമ്പോൾ ലൈക്സ് ആകുന്നു. അങ്ങനെ ലൈക്സ് ചോക്ലേറ്റ്. അങ്ങനെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സിമ്പിൾ പ്രസന്റിൽ വരുന്നത്. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ ആക്ഷൻ ഹാപ്പനിങ്. എനിക്ക് ഒരു ചെറിയ ഡൗട്ട് തോന്നിയ, ഈ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണോ? ഒന്ന് സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് അല്ലേ, ആക്ഷൻ ഹാപ്പനിങ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആകുമ്പോ കഴിഞ്ഞ കാര്യമാണോ അതോ? കഴിഞ്ഞ കാര്യമല്ല, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യം, റൊട്ടീൻ ഒക്കെ പറയില്ലേ, അതൊക്കെയാണ്. അതൊന്നും പാസ്റ്റ് അല്ല. സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്ട്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഈസ് കൊടുക്കാം, ഐയുടെ കൂടെ ആം കൊടുക്കാം, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ആർ കൊടുക്കാം.
ഫോർ എക്സാമ്പിൾ ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഹി എന്ന് പറഞ്ഞ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് അവിടെ ഈസ് ഉപയോഗിച്ചു. ഇപ്പൊ വി ആണെങ്കിൽ വി ആർ റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറയും. റൈറ്റ് എന്ന വെർബിന്റെ കൂടെ ING യൂസ് ചെയ്യണം. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയ ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഫോർ എക്സാമ്പിൾ ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ. ഹി സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഹാസ് ഉപയോഗിച്ചു. റൈറ്റിന്റെ തേർഡ് ഫോമായ റിട്ടൺ ഉപയോഗിച്ചു. വി ആർ എന്നുണ്ടെങ്കിൽ വി പ്ലൂറൽ ഫോം ആയതുകൊണ്ട് നമ്മൾ ഹാവ് ഉപയോഗിക്കും. ദെൻ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തൊരു ആക്ഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബിന്റെ ING ഫോം പ്ലസ് സബ്ജക്റ്റ്. ഫോർ എക്സാമ്പിൾ ഹി ഹാസ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഈ ലെറ്റർ റൈറ്റ് ചെയ്യുന്നത് എപ്പോഴോ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തൊരു കാര്യമാണ്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. സിംഗുലർ സബ്ജക്റ്റ് ആയ ഹീയുടെ കൂടെ ഹാസും പിന്നെ ബീനും പിന്നെ റൈറ്റിന്റെ ING ഫോമും കൂടി ചേർത്തു. പ്ലൂറൽ ആയിരുന്നെങ്കിൽ വി ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറയാൻ. Okay, correct, clear. ഇതില് സാഗ പറഞ്ഞ ഡു ഡസ് കേട്ടിട്ട് ആരും ഡൗട്ട് അടിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബേസി പറയൂ. യെസ് മാം. ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് ടെൻസ്, അത് ചെയ്യുന്നു എന്നാണ് വരുന്നത്. അത് ഹാബിറ്റ് റുട്ടീൻസ് ഒക്കെ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് V1. ഇപ്പൊ പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, I, you, we, they. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ he, she, it, everybody. ഇപ്പോ സബ്ജക്ട് പ്ലസ് V1 എന്ന് പറഞ്ഞത് V1 ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആണ് V1 എന്ന് പറയുന്നത്. അപ്പോ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബും യൂസ് ചെയ്യണം. പിന്നെ എല്ലാ വെർബും ഇപ്പൊ പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ്, അപ്പൊ അത് സിംഗുലർ ആക്കണമെന്നുണ്ടെങ്കിൽ എസ് അല്ലെങ്കിൽ ES ചേർത്ത് അങ്ങനെ, അപ്പൊ റൈറ്റ്സ് എന്ന് വരും. അപ്പൊ പ്ലൂറൽ വെർബ് വേറെ വരുന്നത് ഗോ, അത് ഗോസ് എന്നാക്കണം, അപ്പൊ അത് സിംഗുലർ വെർബാകും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ I റൈറ്റ്, ഇപ്പൊ അത് പ്ലൂറൽ ആയതുകൊണ്ട് I റൈറ്റ് എന്ന് വന്നു. സിംഗുലർ ആകുമ്പം ഷീ റൈറ്റ്സ് എന്ന് വരും. അങ്ങനെ. അടുത്തത് നെക്സ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പറഞ്ഞാൽ എന്തോ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാല് ഇപ്പോ ചെയ്യുകയാണ്, അതായത് ഒരു ടെമ്പററി ആക്ഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. അതായത് എന്താണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് പ്രസന്റ് ഓക്സിലറി പ്ലസ് ING, വെർബ് പ്ലസ് ING. അതായത് IUV എന്നുള്ളതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഇപ്പൊ ഐയുടെ കൂടെ ആം ചേർക്കും, പിന്നെ എന്താണ് ഹി ഷീ ഇറ്റിന്റെ അല്ല ഐയുടെ കൂടെ ആം ചേർക്കും, പിന്നെ ഹി ഷീ ഇറ്റ് എവരിബഡിയുടെ കൂടെ ഈസ് ചേർക്കും, പിന്നെ യു ദേ ഇതിന്റെ കൂടെ ആർ ചേർക്കും. അപ്പൊ പിന്നെ വെർബ് പ്ലസ് ING എന്ന് പറഞ്ഞല്ലോ, അതായത് ഐ ആം റൈറ്റിംഗ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, പിന്നെ ഐ ആം റൈറ്റിംഗ് വി ആർ, ഇപ്പം പ്ലൂറൽ വെച്ച് പറയുമ്പോൾ പ്ലൂറല് വി വെച്ച് പറയുവാണെങ്കിൽ വി ആർ പ്ലേയിങ്, അത് എക്സാമ്പിൾ. അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, അത് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നത്, അത് അങ്ങനെയാണ് പറയുന്നത്. അതിന്റെ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ഫോം ആണ് ഇതിൽ
ചേർക്കേണ്ടത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് V3 ഫോം ചേർക്കണം എന്നുള്ളത്. പിന്നെ വേറെന്തോന്നുണ്ടല്ലോ അതില് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബും ചേർക്കും. ഇപ്പം ഹി ഷീ ഇറ്റിന്റെ കൂടെ നമ്മൾ ഹാസും ഐ യു വി ദേയുടെ കൂടെ ഹാവും ചേർക്കും. പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. അതായത് മാം മുമ്പേ പറഞ്ഞ പോലെ സിങ്, സാങ്, സങ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ he has finished homework. He has finished homework. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സെൻസ്, അതായത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ അതൊരു ഡൗട്ട് വന്നേ മാം, പാസ്റ്റിൽ തുടങ്ങിയത് പ്രസന്റിലും കണ്ടിന്യൂ ചെയ്തിരിക്കൊണ്ടിരിക്കുന്നല്ലേ? അപ്പൊ അതിന് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING, വെർബ് പ്ലസ് ING ഫോം. പിന്നെ അത് അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാസ്, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ഫോം. അതിന്റെ എക്സാമ്പിൾ പറയണയാണെങ്കിൽ എന്തായിരുന്നു പറഞ്ഞത്? ഹി വെച്ച് ഇപ്പൊ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ആണെങ്കിൽ ഹി ഹാസ് ബീൻ ലേണിംഗ് ഫോർ 3 hours എന്ന് എക്സാമ്പിൾ പറയാം. അല്ല, എന്നാലും തപ്പിയായിരുന്നു. തപ്പിയാലും അത് അറിയാം, പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇപ്പൊ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. അത്രേ ഉള്ളൂ. നോക്കി വായിച്ചാൽ നമുക്ക് അത്രയും ഉറപ്പുണ്ടാവില്ല. കാണാതെ പറയുമ്പോ നമ്മുടെ മൈൻഡിൽ ഉണ്ടെന്ന് നമുക്ക് തന്നെ തോന്നും. ഇനി പിന്നെ ഒന്നും ഹോൾഡ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ എന്താ തോന്നി? ക്യാമറ ഓൺ ചെയ്തു, നോക്കാതെ പറഞ്ഞു, എന്ത് തോന്നിപ്പോ? പറഞ്ഞേ. ഇല്ല, ക്യാമറ ഓഫാക്കി പറഞ്ഞാൽ എന്തോ ഒരു ഇരുട്ടത്ത് നിന്ന് പറയുന്ന പോലെ ഒരു ഫീലിംഗ്. അതുകൊണ്ട് എനിക്ക് ക്യാമറ ഓൺ ആക്കിയാലേ പറച്ചിൽ വരും. നോക്കാതെ പറഞ്ഞപ്പം ഓർത്തോർത്തോർത്ത് ഓരോ കാര്യങ്ങൾ എടുക്കുന്ന ഒരു ഗ്യാപ്പ് വന്നേ ഉള്ളൂ. പക്ഷെ മനസ്സിലായിട്ടുണ്ട്, പഠിപ്പിച്ചത് മനസ്സിലായിട്ടുണ്ട്, ക്ലിയർ ആയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് പറയാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ എല്ലാവരും? നിങ്ങൾ നോക്കിയാണോ അല്ലാതെയാണോ പറയാൻ എനിക്ക് അപ്പൊ അറിയാൻ പറ്റും. മിക്കവരും നോക്കിയാ വായിക്കുന്നേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നോക്കി വായിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾക്ക് ഇപ്പോ ഡേസിയും പറഞ്ഞ പോലെ നമുക്കത് കാണാതെ പറയുമ്പോ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, നമുക്കത് പഠിച്ചു എന്ന് നമുക്ക് തന്നെ തോന്നുന്ന ഒരു മൊമെന്റ് വരും. അടിപൊളിയാണ്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ ഇതൊന്ന് നോക്കി സ്റ്റാർട്ട് ചെയ്യൂ. നിങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരും, പേടിക്കണ്ട. അതിനെ പേടിക്കുന്നേ ഞാനല്ലേ. ഓണാക്കൂ, കാണട്ടെ. നോക്കാതെ പറയണേ, എന്റെ ഫേസ് നോക്കി പറയാം. ഓക്കെ, ബുക്സ് ഒക്കെ അടച്ചു വെച്ചോളൂ. ബുക്സ് ഒന്നും വേണ്ട നമുക്ക്, ബുക്സ് വേണ്ട, അതൊക്കെ നമ്മുടെ മൈൻഡിൽ തന്നെ മതി. പറയൂ, സിംഗിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന കാര്യം, ഇപ്പൊ ചെയ്യുന്നു, കാണുന്നു, പോകുന്നു, പിന്നെ നമ്മുടെ അതൊക്കെയാണ് സിമ്പിൾ പ്രസന്റിൽ പറയുന്നത്. എന്റെ ഫോം എന്ന് പറഞ്ഞാൽ സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്ട്, അതാണ് എന്റെ സ്ട്രക്ചർ. അതില് പിന്നെ V1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ്. പിന്നെ സബ്ജക്ട് പ്ലൂറൽ ആകുമ്പം വെർബും പ്ലൂറൽ ആവണം, സബ്ജക്ട് സിംഗുലർ ആകുമ്പം വെർബും സിംഗുലർ ആവണം. ഇതില് ഈ V1 എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. പിന്നെ നമ്മൾ സിംഗുലർ ചേർക്കുമ്പോൾ ഓർമ്മിക്കേണ്ട S, ES അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അങ്ങനെ അതിലെ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പൊ ഷീ റൈറ്റ്സ് എ നോവൽ അല്ലെങ്കിൽ ഷീ റൈറ്റ്സ് എ ലെറ്റർ, അത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം അതില്. പിന്നെ വരുന്നത് പ്രസന്റ് കണ്ടിന്യൂസ്, അതായത് നമ്മളൊരു കാര്യം ഇപ്പൊ പ്രസന്റ് ചെയ്യുന്ന കാര്യം തന്നെ ആ കാര്യം കണ്ടിന്യൂ തുടർന്നുകൊണ്ടിരിക്കും.
അതിന് സ്ട്രക്ചറൽ സബ്ജക്റ്റ് പിന്നെ പ്രസന്റ് ഓക്സിലറി വരും. ഈസ് ആം ആർ പ്ലസ് വെർബ് ing അതാണ് അതിന്റെ സ്ട്രക്ചർ. പിന്നെ അതിൽ വരുന്നതിൽ പിന്നെ അതിൽ സിംഗുലർ ആകുമ്പോഴത്തേക്ക് ഈസ് പിന്നെ സിംഗുലർ വരുന്നതിനാ കൂടെ പിന്നെ ഈസും ഐയിലൂടെ ആമും സിംഗുലർ വരുന്നതിൻ്റെ കൂടെ ഹി ഷീ ഇറ്റ് എവരിബഡി ഒക്കെ വരുമ്പോഴത്തേക്ക് ഈസും പിന്നെ വേറെ പ്ലൂറൽ വരുമ്പോഴത്തേക്ക് ഐ വി അല്ല വി യു ദേ വരുമ്പോഴത്തേക്ക് ആറും യൂസ് ചെയ്യണം. അപ്പൊ ഞാൻ മുകളിൽ പറഞ്ഞ ഷീ റൈറ്റ്സ് എ ലെറ്റർ അത് ഇതിനകത്ത് വരുമ്പം ഷീസ് റൈറ്റിംഗ് എ ലെറ്റർ ആവും പ്രസന്റ് കണ്ടിന്യൂസിൽ വരുമ്പോഴത്തേക്ക്. പിന്നെ വരുന്ന പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ പ്രസന്റ് കണ്ടിന്യൂസ് ചെയ്തൊരു കാര്യം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പറയാം ആ കാര്യം അതിൽ പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പിന്നെ ഹാസ് ഓർ ഹാവ് പ്ലസ് പിന്നെ V3 പ്ലസ് സബ്ജക്റ്റ്. അതല്ലേ മിസ്സേ V3 അല്ലേ വരുന്നത്? അതിൽ പിന്നെ അതിൽ ഇതേപോലെ തന്നെ സിംഗുലർ ആകുമ്പോഴത്തേക്ക് ഹാസ്, പ്ലൂറൽ ആകുമ്പോൾ ഹാവ് അങ്ങനെ യൂസ് ചെയ്യണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഷീസ് റൈറ്റിംഗ് എ ലെറ്റർ, അത് ഇതിനകത്ത് വരുമ്പം ഷീ ഹാസ് റിട്ടൺ എ ലെറ്റർ ആവും. അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിൽ വരുന്നത് പിന്നെ നമ്മൾ അത് ഞാൻ വിട്ടുപോയി. അതെന്തായിരുന്നു അതിൻ്റെ നമ്മൾ പൂർത്തിയാക്കിയ കാര്യം അല്ലേ? പ്രസന്റ് കണ്ടിന്യൂസിൽ പൂർത്തിയാക്കിയ ഒരു കാര്യം അതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരുന്നത്. അതിൻ്റെത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V1 പ്ലസ് ing ആണ് അതിന്റെ സ്ട്രക്ചർ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷീ ഹാസ് റൈറ്റിംഗ് എ ലെറ്റർ ഇവിടെ വരുമ്പോൾ ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ ആയിട്ട് മാറും. താങ്ക് യു. ഓക്കെ ഇത് പറയുന്ന കേട്ട് ചിരിച്ചല്ലാട്ടോ ഞാൻ ഇതൊക്കെ കമന്റ് കേട്ട് ചിരിച്ചാണേ. ഓക്കെ ഡേയ്സിൻ കാരണല്ലാട്ടോ ക്യാമ്പ് റൺ ചെയ്യാൻ പറയുന്നത്. ഞാൻ വലിയ ക്ലാസ്സിൽ പറയുന്നതാണ്. ഓക്കെ ആരും ഇത് ബുദ്ധിമുട്ടായിട്ടൊന്നും വിചാരിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളൊന്ന് പഠിപ്പിക്കണേ. ഓക്കെ പഠിക്കേണ്ടത് പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തല്ലേ, പഠിക്കണ്ടേ? അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പഠിച്ചിട്ട് വരാം എല്ലാവരും. ഇതേപോലെ വീഡിയോ ഓൺ ചെയ്ത് പ്രസന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അറിയണം നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയണം. ഓക്കെ ഇത് വീഡിയോ ഓൺ ആക്കാൻ പറയുമ്പോൾ കുറച്ചുപേരൊക്കെ ലെഫ്റ്റ് ആയി പോയി, കുറെ പേരൊക്കെ പോയി രക്ഷപ്പെട്ടു ഇവര്. ഓക്കെ അപ്പോ ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഹെന്നല്ലാണ്ട് വരാം. ഓക്കെ കുളിച്ച് സുന്ദരിയായിട്ട് വന്നിരിക്കുക. നമുക്ക് ക്യാമറ ഓൺ ചെയ്യാം. ഓക്കെ റെഡിയാണല്ലോ? സിമ്പിൾ പ്രസന്റ് നിങ്ങളെ കൂടെ ഞാൻ പഠിപ്പിക്കും. ഓക്കെ കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണെന്നേ. ഇംഗ്ലീഷ് ഗ്രാമറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് ഈ ടെൻസ്. ടെൻസിനാണ് എല്ലാവർക്കും പേടി. ആ പേടി നമുക്ക് ഈ ക്ലാസ്സോട് കൂടി മാറ്റാം. ഇനി ടെൻസ് എന്ന് കേൾക്കുമ്പോൾ ആരും പേടിക്കരുത്, പറയാൻ പറ്റണം. മക്കൾ ചോദിച്ചാലും എനിക്ക് ടെൻസ് അറിയാം എന്ന് പറയാൻ പറ്റണം. ഓക്കെ അപ്പൊ എല്ലാവരും കേട്ടോ ടെൻസിനെ കുറ്റം പറയരുത് ആരും, ടെൻസിൻകാരനല്ല. ഓക്കെ അപ്പൊ ക്ലാസ് നന്നായിട്ട് പഠിക്കാം, ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്യാം. മനസ്സിലാവാത്തൊക്കെ ഗ്രൂപ്പിൽ ചോദിക്കാം. നന്നായി പഠിച്ചിട്ട് വരാം. കാണാതെ പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വീഡിയോ ഓൺ ചെയ്ത് നമുക്ക് പ്രസന്റ് ചെയ്യാം. എല്ലാവർക്കും ചെയ്യാട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റേഷൻ ആണ് എന്ന് വിചാരിച്ച് ജോയിൻ ചെയ്യാതിരിക്കണ്ട. ഞാൻ ചിലപ്പോ പ്രസന്റ് ചെയ്യിക്കും, അല്ലെങ്കിൽ ഞാൻ പാസ്റ്റ് ടെൻസ് എടുക്കും. അത് എന്റെ ഇഷ്ടം. ഓക്കെ അതുകൊണ്ട് ജോയിൻ ചെയ്യാതിരിക്കണ്ട ആരും. ഓക്കെ അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാൻ നമുക്ക്. ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, എല്ലാ ഡൗട്ട്സും ക്ലിയർ ആക്കാട്ടോ. അപ്പോ പിന്നെന്താ വൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക്. സൈൻ ഔട്ട് പറയും. പറയട്ടെ മാം. സൈൻ ഔട്ട് പറയാം. പറയാം മാം. It is very easy to defeat someone, but it is very hard to win someone. By Abdul Kalam, signed by Monisha. Thank you ma'am. Thank you for a wonderful class. ഓക്കെ അപ്പൊ എല്ലാവരും ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ എല്ലാവരും? എന്തെങ്കിലും ഔട്ട് ആണെങ്കിൽ ചോദിക്കാം. ഓക്കെ പിന്നെന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ അപ്പൊ താങ്ക് യു ഓൾ. See you on the next class. Thank you, ma'am. Thank you ma'am. Thank you, ma'am.